നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. രാവിലെ ആൾമോസ്റ്റ് 100 പോയിന്റ് ഡൗണ്. കഷ്ടപ്പെട്ടാണ് 25 പോയിന്റ് മൈനസിൽ കൊണ്ടുവന്നിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നും 120 പോയിന്റ് ഡൗണ്. ഒരുപാട് ന്യൂസ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് ഒന്നൊന്ന് നോക്കാം. ഈ ന്യൂസൊക്കെ എങ്ങനെയാണ് നമ്മളെ പട്ടാസ് ലിസ്റ്റിനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ട്രംപ് ഭാഗവാദർ വന്നിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഒപ്പം ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നും ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല. ഡീറ്റെയിൽ വന്നതിൻ്റെ ശേഷം തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 15% ടാരിഫ്. ഇന്ത്യ US ഡീൽ ഇന്നും സൈൻ ആയില്ല. അവരൊപ്പം ഇപ്പം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ അത് തീരുമെന്ന് അറിയാൻ പറ്റുന്നില്ല. 1-ാം തീയതിയുടെ ശേഷം യുണൈറ്റഡ് ടാരിഫ് ചാൻസ് ഇരിക്കുന്നു. സോ അതിൻ്റെ അകത്ത് സൈൻ ആകുമോ ആകത്തില്ല എന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് വന്നിട്ടാണ് ട്രംപ് ഭാഗവാദറിനെ കുറിച്ചുള്ള ന്യൂസ്. കോമേഴ്സ് സെക്രട്ടറി ലെൻബിക് എന്ത് പറയണമെന്ന് വെച്ചാൽ 1-ാം തീയതി ദിവസം പറഞ്ഞത് തന്നെ അന്ന് വരാൻ പോകുന്നത് പറഞ്ഞത് തന്നെ. നീയൊക്കെ അതുകൊണ്ട് നഷ്ടമെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് പറയുന്നു. നമുക്കത് അടിയാ ഇല്ലെങ്കിൽ ടൈം കിട്ടുന്നോ അങ്ങനെ എന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് കാരണം വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇരിക്കത്തില്ല ഗ്ലോബൽ ട്രേഡിൽ. എന്തെന്ന് വെച്ചാൽ ഇന്ത്യ മേജർ പാർട്ട്ണർ ഇല്ലാത്ത കാരണത്താൽ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ ഇതൊരു വലിയ കാര്യമല്ല. IT സെക്ടറിനെ ഇട്ട് വലിയ ധർമ്മ അടിയടിച്ചിട്ടുണ്ട്. സത്യനടയിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ ഇയർ എൻഡ് എഴുതിയ ലെറ്ററിൽ അവരെ മനസ്സ് വളരെ കഷ്ടമായിട്ടിരിക്കുന്നു, നല്ല വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തെന്ന് വെച്ചാൽ 400 കോടി 500 കോടി ശമ്പളം വാങ്ങിയുകൊണ്ട് എന്ത് പറയണമെന്ന് വെച്ചാൽ ഒരു 5% അയച്ചു. ഞങ്ങൾ ഫ്യൂച്ചർ വിഷന് റെഡി ആവണം, ഇന്നും ഒരുപാട് ആൾക്കാരനെ അയക്കും അങ്ങനെന്ന് പറയുന്നു. ആടുമാരനെ കടിച്ച് ഇപ്പോൾ ഇന്ത്യക്കും വന്നു. ഇന്ത്യയിലിരിക്കുന്ന വലിയ കമ്പനി ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ്, അതിൽ സീനിയർ മാനേജ്മെൻറ്റിലിരുന്നും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലിരുന്നും 100,000 പേരിനെ ലേ ഓഫ് ചെയ്തിരിക്കുന്നു. പ്രൈസി മാസം വരയ്ക്കും ശമ്പളം, ഇൻഷുറൻസ് കവർ എല്ലാം കൊടുക്കുന്നു. വെളിയിൽ എവിടെയെങ്കിലും ജോലി ഇരിക്കുന്ന എന്ന് നോക്കി പറയാം, നിങ്ങൾ ഇത്ര ദിവസം ചെയ്തതിന് വളരെ നന്ദി, കമ്പനിക്ക് ഇന്ന് നിങ്ങൾ ആവശ്യമില്ല അങ്ങനെ എന്ന് പറയാൻ പോകുന്നു. ഇത് എന്തുകൊണ്ട് വലുതായി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ തന്നുകൊണ്ട് ജോലിക്ക് എടുത്തില്ല എന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിരിക്കുന്നു. പുതിയ പോളിസി, അതായത് എന്ത് പോളിസി? 35 ദിവസം ജോലി ഇല്ലെങ്കിൽ കമ്പനിയെ വിട്ട് പോകുമെന്ന് പറയുന്ന പോളിസി. ഒരു വർഷത്തിൽ 200 ദിവസം നിങ്ങൾ ബില്ലിംഗ് ചെയ്തില്ലെങ്കിൽ കമ്പനിക്ക് നിങ്ങൾ ആവശ്യമില്ല എന്ന പോളിസി. ഇതൊക്കെ തെറ്റ് എന്ന് ഞങ്ങളിപ്പോൾ കേസ് ഇടുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കേസ് ഒന്നും എവിടെയും നടക്കത്തില്ല. ഇത് കാരണം കാശിനെ വാങ്ങിക്കൊണ്ട് പോണതാണ് വളരെ നല്ലത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇൻഡസ്ട്രി ആയി? ഒന്ന്, അമേരിക്കയിൽ സ്ലോ ഡൗൺ കറക്റ്റ്, ഇത് കാരണം പ്രോബ്ലം. രണ്ടാമത് വലിയ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ആ എൻജിനീയർ പുതിയതായിട്ട് ഹിസ്റ്ററി പ്രൊഫസറിൻ്റെ ബദലായിട്ട് വിൻ സ്ട്രീറ്റിൽ വന്നിരിക്കുന്നു. ഈ വർഷം ഇതുവരയ്ക്കും $100 ബില്യൺ വെളിയിൽ പോയിട്ടുണ്ട്. പോയ കൊല്ലവും വെളിയിൽ പോയി. അവർക്കൊക്കെ ടാറ്റ പറഞ്ഞ് അല്ലാതെ സ്റ്റഡിയെ വെച്ച് ഡോളറിനെ സപ്ലൈ ചെയ്ത് ഡോളറിനെ ഓവറായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് വച്ചിരിക്കുന്നു. ഇത് കാരണം നിങ്ങളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ വച്ചിരിക്കുന്ന കമ്പനിക്കൊക്കെ ഇപ്പം ഇൻകം കുറയുന്നു. നിങ്ങൾ അതിന് അങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ ഡോളർ 90 രൂപയ്ക്ക് പേരിക്കും 91 92 ആയിരിക്കും ഈ സമയം കൊണ്ട്. ഇത് തന്നെ ഫെയർ വാല്യൂ. $1 ഈ കമ്പനിക്ക് ഇനിയും എത്ര ഒരു കാശ് വന്നിരിക്കും എന്ന് നോക്ക്. പിന്നെ ഒരു 12,000 പേരെ നീ എടുത്ത് കഴിച്ചോ, പിന്നെ നീയെ എടുത്ത് കഴിച്ചോ, ഞാനും കഴിക്കാമെന്ന് ഇരിക്കും. ഇത് തന്നെ ടെക്സ്റ്റൈലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ടാറ്റ കമ്പനി എന്ന കാരണത്താൽ എയറൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്നു. മറ്റേ കമ്പനി നടക്കുന്നതൊന്നും അറിയുന്നില്ല. എല്ലാ കമ്പനിയിലും ആൾക്കാരെ അയക്കുന്നു, പക്ഷേ പുതിയതായിട്ട് ആൾ എടുക്കുന്നില്ല. സോ ഇത് കാരണം ഇത് വന്നിട്ട് നമ്മളെ പോളിസി പ്രോബ്ലമാണ്. റുപ്പിയെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ശിക്ഷിക്കുന്നു. ഇതേസമയം ഇത് IT മാത്രമല്ലാതെ മീഡിയ, കമ്മ്യൂണിക്കേഷൻസ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പ്രോബ്ലം ഇരിക്കുന്നു. രൂപയെ താഴെ വിട്ടില്ലെങ്കിൽ ഇന്നും ഫാസ്റ്റായിട്ട് ഇതുപോലെ നെഗറ്റീവ് കൺസിഡറേഷൻ ഒരുപാട് പേരിന് വരും, ജോലിയിൽ നടക്കും. സോ ഇത് വന്നിട്ട് ആദ്യത്തെ ഡെവലപ്മെൻ്റ് ആണ്. EVS എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് മോട്ടോർ സൈക്കിൾ ബൈ സ്കൂട്ടറിൽ റെയർ എർത്ത് മെറ്റൽ മാത്രം തന്നെ പ്രോബ്ലം ആയിട്ടിരിക്കുന്നു. ഇത് കാരണം ഞങ്ങൾ ഒരു 1000 കോടി ഇറക്കി റിസർച്ച് ചെയ്ത്
ഇതിനെങ്ങനെയാണ് ബെറ്ററായി ചെയ്യാൻ പറ്റും. അതിനെ നോക്കി ആൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, മോട്ടറിനെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി, ചെയ്യാൻ 1000 കോടി വച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഓല സോല വന്നിട്ട് ഇവിയിലിരുന്നേ ഒരു ഇൻസിഗ്നിഫിക്കൻറ്റ് പ്ലെയർ എന്ന് ഇക്കണോമിക് ടൈംസ് പറയുന്നു. ഇതേപോലെ ഒരു കാലത്തിൽ കൈനറ്റിക് സ്കൂട്ടർ എന്ന് പറഞ്ഞ് സക്സസ്ഫുൾ ആയിത്തീരുന്നു. ഹോണ്ടയുടെ ഒപ്പം ജോയിൻറ്റ് വെഞ്ചർ ഇട്ടു കൈനറ്റിക് സ്കൂട്ടർ. സൂപ്പർ സ്റ്റാർ പോലെ പടം ഓടിയായിരുന്നു. പക്ഷെ ഹോണ്ട തനിയായിട്ട് സ്കൂട്ടർ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഇവർ വന്നിട്ട് ഗോദ്രേജിൻ്റെ നമത്താൽ പൂട്ടിനെ വാങ്ങി ഫാക്ടറിയിൽ പൂട്ടിട്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറിൽ എൻ്റർ ആകുന്നു. പെട്രോൾ ലുക്ക് ഞങ്ങൾ ചേതക്കിൻ്റെ ഒപ്പം കോമ്പറ്റീഷൻ ഇടും, നിങ്ങൾ ഹീറോയോടൊപ്പം മത്സരിക്കും എന്ന് പറയുന്നു. തെറ്റായ സമയത്തിനാണ് എൻ്റർ ആകുന്നത്. പുറകിലിരുന്ന് ഹോണ്ട വരും. ഹോണ്ടയുടെ പ്രസിഡന്റ് ഇത് പറഞ്ഞിരിക്കുന്നു. ഇറങ്ങി അടിക്കാൻ പോകുന്നു. ശരി, പാവം, കാശ് ഒരുപാട് ഇരിക്കുന്നു, എങ്ങനെയും സ്പെൻഡ് ചെയ്യാമെന്ന് നോക്കുന്ന പോലെ. എങ്ങനെയാണ് മഹേന്ദ്ര ജാവയെ ലോഞ്ച് ചെയ്തുകൊണ്ട് കിടപ്പിലിരിക്കുന്നത് പോലെ കൈനറ്റിക്കും കിടപ്പിൽ തന്നെ ഇരിക്കും. ഇതേ സമയം കൊണ്ട് ഡോക്ടർ റെഡ്ഡി എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ ഷെയിൽ ഒരു 565 കോടിനെ ഇറക്കി ബിസിനസ്സിനെ സ്ട്രോങ് ആക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ നടക്കുന്ന സമയം ഇന്നലെ ബാങ്ക് റിസൾട്ട് വന്നായിരുന്നു. IDFC ബാങ്കിന് 32% പ്രോഫിറ്റ് കുറഞ്ഞിരുന്നു. നിറയെ ആൾക്കാർ 60 ഇരിക്കും 70 ഇരിക്കും എന്ന് വിചാരിച്ചു. ചെയ്തതിനെക്കാട്ടിലും കുറച്ച് തന്നെ കുറഞ്ഞിരിക്കുന്നു. മെയിനാ വന്നിട്ട് പ്രൊവിഷൻ 1400 കോടിക്ക് മുകളിൽ ചെയ്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൈക്രോ ഫൈനാൻസിൽ ഇന്നും പ്രോബ്ലം ഇരിക്കുന്നു. മൈക്രോ ഫിനാൻസിൻ്റെ സൈസിനും ബാലൻസ് ഷീറ്റ് കുറച്ചുകൊണ്ടേ വരുന്നു, ഇന്നും കുറയ്ക്കാൻ പോകുന്നു എന്ന് തന്നെ പറയുന്നു. ഇതിൽ വന്നിട്ട് ഗാസയിനെ 48% ആക്കിയായിരുന്നു. സോ 48% ഓഫ് ദി ഡെപ്പോസിറ്റ് വന്നിട്ട് ഡെപ്പോസിറ്റ്സ്. കാരണം ഈ ഫുൾ സെയിൽസ് ക്വിറ്റിൻ്റെ മുകളിലിരിക്കുന്ന ഡിപ്പെൻഡൻസീനെ, ഈ ടേം ഡെപ്പോസിറ്റ്സ് ആൻഡ് ഹൈ കോസ്റ്റ് ഡെപ്പോസിറ്റ്സ് ഇരിക്കുന്ന ഡിപ്പെൻഡൻസീനെ കുറച്ചായിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 5% കയറിയിട്ടുണ്ട്. ഈ സമയത്തിൽ അവർ വന്നിട്ട് മൈക്രോ ഫിനാൻസിന് കുറച്ചിരിക്കുന്നു. ടോട്ടൽ ബുക്കിൽ 3.3% തന്നെ ഈ സ്റ്റോക്ക്. ഈ സമയത്തിൽ വന്നിട്ട് അവരുടെ ഹോൾസെയിൽ ബുക്ക് ഭയങ്കരമായിട്ട് ഗ്രോ ആയിരിക്കുന്നു. ഞങ്ങൾ സഫീഷ്യൻറ്റ് ഗാർഡറൽസ് ഇട്ടായിരുന്നു, എത്രയും പെട്ടെന്ന് മൈക്രോ ലെൻഡിങ്ങിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് വരും എന്ന് വൈദ്യനാഥൻ പറഞ്ഞിരിക്കുന്നു. ഓവറാൾ ബാങ്ക് നല്ല ബാങ്കാണ്. ഇന്ന് വളരെ കറപ്റ്റായില്ല. കറപ്റ്റായാലും കൺസിഡർ ചെയ്യാൻ ചാൻസ് കിട്ടിയാലും തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്കിൻ്റെ റിസൾട്ട് വന്നായിരുന്നു. അവരും വലുതായിട്ട് ഒന്നും ചെയ്തില്ല. വലിയ ഫാളും ഇല്ല, വലിയ ഇൻക്രീസും ഇല്ല. അങ്ങനെ സ്റ്റേറ്റസിൽ മെയിൻറ്റെയിൻ ആയിരിക്കുന്നു. ക്വാർട്ടർ മഹേന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ട്സ് വന്നിരിക്കുന്നു. പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ EBLRൽ വന്നിട്ട് എക്സ്പെക്റ്റഡ് ബാങ്ക് ഇൻ്റർ ബാങ്ക് ലെൻഡിങ് റേറ്റ് ഇത് കുറഞ്ഞതിൽ അവരുടെ മാർജിൻ കുറഞ്ഞു എന്ന് പറയുന്നു. ടോട്ടൽ പ്രോഫിറ്റ് വന്ന് കുറഞ്ഞിരിക്കുന്നു. ഇത് കാരണം ഇന്ന് സ്റ്റോക്കിന് 7% അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് രാവിലെ ഇത് തന്നെ ഒരു വലിയ ഫാളായിരുന്നു. ഇതിനെ പെട്ടെന്ന് പോയി കൺസിഡർ ചെയ്യേണ്ട, വളരെ കോസ്റ്റ്ലി ബാങ്കാണ്. ഇതിൻ്റെ അടുത്ത് പോകാതിരിക്കുന്നത് വളരെ നല്ലത്. സാംസങ് വന്നിട്ട് ഐഫോണിനെ പോലെ ഫോൺ ചെയ്ത് വിൽക്കുന്നു. അവർ ഐഫോണിന് മുമ്പേ വന്നു. 3 വർഷം ഇൻസെൻറ്റീവ് ഒക്കെ വാങ്ങിയുണ്ട്. ഈ വർഷം നോക്കിയെങ്കിൽ 26 ബില്യൺ യൂണിറ്റ്സിലിരുന്ന് ഇന്ത്യയിലിരുന്ന് വാങ്ങിയതിൽ ഈ പ്രാവശ്യം വെറും 20 മില്യൺ തന്നെ യൂണിറ്റ് വാങ്ങിയിരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ ഗവൺമെൻറ് വന്നിട്ട് ആ PLI സ്കീമിനെ തീർക്കാൻ പോകുന്നു. PLI സ്കീം പ്രോഫിറ്റ് ഇല്ല എന്ന കാരണത്താൽ സാംസങ് വന്നിട്ട് ഇതിനെ കുറച്ചായിരുന്നു. ഇന്ത്യയിലിരുന്ന് സോഴ്സ് ചെയ്യുന്നത് കുറച്ചതായിട്ട് ന്യൂസ് പറയുന്നു. ഇതുപോലെ സോണിയും ചെയ്യുമോ എന്ന് ഇതേതല നമ്മൾ നോക്കണം. ഈ സെൽഫ് ഫോർ മാനുഫാക്ചറിങ് വളരെ സക്സസ് എന്ന് ഗവൺമെൻറ് ഇൻസെൻറ്റീവ് കൊടുത്തതാണ്. ആ ഇൻസെൻറ്റീവ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഹെവിയർ ടാക്സ് ഇട്ടായിരുന്നു. അത് നിന്ന ഉടനെ അവർ ഓടിയായിരുന്നു. ഈ സമയം കൊണ്ട് ഈ പ്രോബ്ലം ഒക്കെ റെക്ടിഫൈ ചെയ്യണമെങ്കിൽ PLI കൊടുത്താൽ തന്നെ നടക്കും. കൊടുത്തില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി പ്രോഫിറ്റബിളായിട്ട് ഇരിക്കുമോ എന്നത് വളരെ ഒരു ചോദ്യമാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിന് RBI എക്സംഷൻ കൊടുത്തിരിക്കുന്നു. ഈ കമ്മിറ്റിന്ന് വന്നിട്ട് 1-ാം തീയതി വரைക്കും പിന്നെ എക്സംഷൻ ഉണ്ടായിരുന്നു. ഒഫീഷ്യലായിട്ട് 28 ദിവസത്തിന് എക്സംഷൻ കൊടുത്തു. ആഗസ്റ്റ് 28-ൻ്റെ അകത്ത് പുതു ഡയറക്ടർ CEOനെ കണ്ടുപിടിക്കും. നന്ദി, നമസ്കാരം.